ഹായ്, ഇന്ന് കുട്ടികൾക്കൊരു സ്കൂളിലെ ഡേ ആട്ടോ. ഫസ്റ്റ് ടൈം അവർ സ്കൂളിലോട്ട് പോവുകയാണ്. ഒരാൾ 1-ാം ക്ലാസ്സിലാണ്, വലിയ ആൾ 5ലേക്ക് പോവുകയാണ്. അവൾ കലിങ്ങപ്പറമ്പ് സ്കൂളിലാട്ടോ. അപ്പോൾ അവളാക്കാൻ പോകണം. അങ്ങനെ നേരത്തെ എണീറ്റു. ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അവർ സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും എല്ലാതും തീർക്കാമെന്ന് വിചാരിച്ച് വേഗം എണീറ്റു. അങ്ങനെ ഇന്ന് ഓട്ടട ആയിട്ട് ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ. പച്ചരിയും തേങ്ങയും ചെറുള്ളിയും ജീരകമൊക്കെ കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ഈ ഒരു ഇതിൽ അരിച്ചെടുക്കണം, നല്ല വെള്ളം പോലെ ആക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ അരിച്ചിട്ട് ഓർഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് കുട്ടികൾക്ക് ഇതാകുമ്പോൾ അവർക്ക് കഴിച്ചിട്ട് പോയാൽ മതി. ഉച്ച വരെ ക്ലാസ്സുള്ളൂ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ഞങ്ങൾ പോകുന്നുണ്ട്, ഞാനും ഏട്ടനും കൂടി പോകുന്നുണ്ട് കുട്ടികളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വേഗം കയറിയതാണ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. 2 ഗ്ലാസിൻ്റെ അടുത്തോളം വെള്ളം കുടിക്കും. ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, വെള്ളം കുടിക്കാറുള്ളൂ. അപ്പോൾ അത് അപ്പോഴേക്കും എന്താ രാവിലെ ആയി വന്നു. ഒരു 7 മണിയൊക്കെ ആവാനായിട്ടോ. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഇന്നലെ കൊടുന്ന മത്തിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതങ്ങനെ എടുത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. അത് കറിയാക്കും ചെയ്യാം, പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും പിന്നെ ചോറും അങ്ങനെ വയ്ക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ടൈം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് മക്കളെ വിളിക്കാമെന്ന് കരുതി. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് മീൻ, നല്ല പഞ്ഞിമീനുള്ള മീനാട്ടോ. നല്ല പഞ്ഞിയുണ്ട് ഇവിടെ, പഞ്ഞിമീൻ എന്നാണ് പറയുക കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ. അങ്ങനെ കുട്ടികളെ വിളിക്കാൻ പോകുമെന്ന് കരുതി. പിന്നെ ഉമ്മറത്തിയൊക്കെ ഒന്ന് പോയി നോക്കി. ഞാൻ 7 മണിയായപ്പോൾ ഞാൻ മക്കളെ എണീറ്റ് നോക്കാൻ വേണ്ടി പോവാം കേട്ടോ. കുറേ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയി വിളിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പോവുകയാണ്. ഏട്ടൻ എണീറ്റുണ്ട്, മക്കൾ 2 പേരും എണീറ്റില്ല. അങ്ങനെ കുറുമ്പും അങ്ങനത്തെ ഇതൊന്നുമില്ല, ഒക്കെ എണീറ്റൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പോകാൻ മടിയൊന്നുമില്ല. രണ്ടെണ്ണം കൂടി ഞാൻ വിളിച്ചു കൊടുന്ന്. ഇനിയിപ്പോൾ ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇനി നോക്കി കൊടുക്കണം കുട്ടികളത്. ഇങ്ങനെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന്. ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും അവർക്കുള്ളതൊന്നും ചെയ്ത് കൊടുക്കാൻ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ കുളിക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ മീൻകറി അടുപ്പത്ത് വെച്ച് പോന്നിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചോറ് വെന്തോ നോക്കി, അതും ഒന്ന് വറുത്തച്ചു. ഇത് രണ്ടൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ വെറും വയറ്റിൽ ഞാൻ ചോറ് തലേദിവസം വെള്ളത്തിലിട്ടിച്ച് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ മിനിമം ഒരു 3 മാസത്തിൻ്റെ മുകളിലായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ. ഇന്നിപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. ഒരാൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവരെന്നൊക്കെ ചെയ്തു. ഞാൻ മുകളിലോട്ട് പോയപ്പോൾ തന്നെ അവരൊക്കെ 2 പേരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ കുറച്ച് പണിയൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 പേരും അവരെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. പിന്നെ ഒന്നും എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ആ കുട്ടികൾ തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശരിയായി കൊടുത്താൽ മതി. I begin to
അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ ചെറിയ മോളെ സ്കൂളിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. അവൾക്ക് പുത്തനത്താണ്, അവളെ അടുത്ത് തന്നെയാണ്, അവിടെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവൾക്ക് 10:30 ആകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന വലിയ മോളെ അവിടെ പോയിട്ട് ഞങ്ങളവിടെ ഇറക്കിയതിന് ശേഷം പിന്നെ ഏട്ടനും ചെറുതും കൂടി പിന്നെ അങ്ങോട്ട് ചെറുതിൻ്റെ അവിടേക്ക് പോകാമെന്ന് കരുതി, ചെറിയ ആളെ സ്കൂളിലേക്ക്. അവിടെ ക്ലാസ്സിലെത്തി. അവൾ 5A കേട്ടോ. പക്ഷെ അവൾക്ക് ഫസ്റ്റ് തന്നെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു. ആരും അറിയാത്ത എല്ലാ കുട്ടികളും അറിയില്ല ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെന്നപ്പോൾ അവൾ അറിയുന്ന 1-2 കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. പിന്നെ തൊട്ടടുത്തത്തെ കുട്ടീനായിട്ട് നല്ല പരിചയവും ചെയ്തു. അത് സംസാരിച്ച് അങ്ങനെ പരിചയം. അപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞു ഓഡിറ്റോറിയത്തേക്ക് ചെല്ലാൻ എല്ലാവരും കൂടിയിട്ട്. സ്കൂളിൽ ഗസ്റ്റായി വന്നത് കുട്ടിപ്പട്ടുറുമാലിലെ വിന്നറാട്ടോ, ആദേശ് കൃഷ്ണ. അപ്പോൾ അവരുടെ 2-3 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കുറേ സ്റ്റേജിൽ പാട്ടും ഡാൻസും ഒക്കെ അവതരിപ്പിച്ചത് നല്ല രസമായിട്ട്. എന്തായാലും പരിപാടി അടിപൊളിയായി. ഒരു 12:30 ഒക്കെ ആകുമ്പോഴേക്കും സ്കൂള് വിട്ടും ചെയ്തു കേട്ടോ. പിന്നെ നേരെ പോയത് ചെറിയ മോളെ ക്ലാസ്സിലേക്കാട്ടോ. അവൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു മുഖം അങ്ങനെ കുറുമ്പ് പിടിച്ചിട്ടാണ് പോയത്. കാരണം അമ്മ അങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നേരെ മോളെ അവിടെ പോയി മോളെ വിളിച്ചാണ്ട് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ചെറുതിന് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതൊക്കെ പൊളിച്ച് നോക്കിയൊരു കളർ പെൻസിലിൻ്റെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ.